കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിനെതിരെ സോണിയാഗാന്ധിക്ക് മുന്നിൽ ഘടകകക്ഷികളുടെ പരാതി. നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോര് ഇങ്ങനെ തുടർന്നാൽ ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്നും ഘടകകക്ഷി നേതാക്കൾ സോണിയാഗാന്ധിയെ അറിയിച്ചു. വിഷയത്തിൽ അടിയന്തരമായി ഹൈക്കമാൻഡ് ഇടപെടണമെന്നും നേതാക്കൾ സോണിയയോട് ആവശ്യപ്പെട്ടു. ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായും സോണിയാഗാന്ധി കൂടിക്കാഴ്ച നടത്തി. നാട്ടകം ഗസ്റ്റ് ഹൗസിൽ 1 മണി മുതലായിരുന്നു സോണിയ UDF നേതാക്കളെ കണ്ടത്. ലീഗും കേരള കോൺഗ്രസുമാണ് ആദ്യം സോണിയയെ കണ്ടത്. പ്രധാനമായും സോണിയയ്ക്ക് മുന്നിൽ ഘടകകക്ഷികൾക്ക് വെക്കാനുള്ള പരാതി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലെ ഗ്രൂപ്പ് പോരായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തമ്മിലടി ഇങ്ങനെ തുടർന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരും. അടിയന്തരമായ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടണമെന്നും നേതാക്കൾ സോണിയയോട് ആവശ്യപ്പെട്ടു. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനാവുമെന്നും നേതാക്കൾ സോണിയയെ ധരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം പുറത്തുവന്ന നേതാക്കൾ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചു. UDFന് ലീഡർഷിപ്പ് കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്തും ഐക്യമുണ്ടാകണം, മറ്റ് കക്ഷികൾക്കകത്തും പ്രശ്നങ്ങളുണ്ട്, ഐക്യമുണ്ടാകണം. അപ്പോൾ ഐകമത്യത്തോടുകൂടി കൂടുതൽ കെട്ടുറപ്പോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണം. UDFിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന സംഗതികളൊക്കെ ഹൈക്കമാൻഡാണ് എല്ലാത്തിനും ലീഡർഷിപ്പ് കൊടുക്കേണ്ടത്. കോൺഗ്രസിൻ്റെ അവർ ഇടപെട്ട് പരിഹരിക്കണം. എന്താ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ മേജർ ഇഷ്യൂസ് ഉണ്ടെന്നൊന്നുമല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യവും ഘടകകക്ഷികൾ സോണിയയ്ക്ക് മുന്നിൽ വെച്ചു. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതായി കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് നേതാക്കൾ വ്യക്തമാക്കി. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങൾക്ക് 4 MLA-മാരുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ മത്സരിച്ചത് അതാണല്ലോ. ഘടകകക്ഷി നേതാക്കളുടെ പരാതികൾ വിശദമായി കേട്ട സോണിയ ഉചിതമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി. കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സോണിയ നേതാക്കളുമായി പങ്കുവച്ചത്. ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സോണിയാഗാന്ധി ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും VM സുധീരനെയും വെവ്വേറെ കണ്ടത്. സംസ്ഥാനത്ത് നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഘടകകക്ഷികളാരും സോണിയയ്ക്ക് മുന്നിൽ വെച്ചില്ല. റിപ്പോർട്ടർ, കോട്ടയം.